ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഹൈദരാബാദി ബിരിയാണിയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉള്ളി നമ്മൾ കട്ട് ചെയ്തെടുത്ത് അത് എണ്ണയിൽ വറുത്തതിന് ശേഷം ഒരുപാട് മൂപ്പിക്കരുത്, ചെറുതായിട്ട് മൂപ്പിച്ചെടുത്ത് അതിന് ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റുന്നു. അപ്പോൾ ഹൈദരാബാദി ബിരിയാണി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക, വയനയില തുടങ്ങിയവ ആഡ് ചെയ്യുക. ഇവയെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ ബാക്കി അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി കൂടി വഴറ്റിയെടുക്കുക. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവയൊക്കെ കൂടി ഈ ഉള്ളി വഴറ്റി വന്നതിന് ശേഷം ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ഹൈദരാബാദി ബിരിയാണി മിക്സ് കടയിൽ മേടിക്കാൻ കിട്ടും. അത് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ അതുകൂടി ആഡ് ചെയ്യുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിലേക്ക് മല്ലിയില, പുതിനയില ഇവ കൂടി ആഡ് ചെയ്യുക. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കുക. അത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ നല്ലതുപോലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതുകൂടി ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യണം. ഈ മസാല മിക്സ് നല്ലതുപോലെ മിക്സായി ഒന്ന് ചെറുതായിട്ട് ചൂടായതിന് ശേഷം അപ്പോൾ അടുത്തതായിട്ട് അരി വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഗ്രാമ്പൂ, പട്ട ഇവയൊക്കെ ചേർത്തിട്ട് അരി കുറച്ച് വെള്ളത്തിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അരി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി നമ്മുടെ ഗ്രേവിയിൽ ഉപ്പുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഗ്രേവി ആദ്യം ലെയറായിട്ടാണ് ബിരിയാണി സെറ്റ് ചെയ്യുന്നത്. ദം ബിരിയാണിയാണ്. അപ്പോൾ ആദ്യം ഒരു ലെയർ ഗ്രേവി ആ അടിയിലിടുക. ഫസ്റ്റ് ലെയർ ചോറ് ഇട്ട് കഴിഞ്ഞു. അത് നല്ലതുപോലെ പകർന്ന് വെച്ചതിന് ശേഷം ചിക്കൻ പീസ് ഉൾപ്പെടെ കുറച്ച് ഗ്രേവി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം അടുത്ത ലെയർ ചോറ് വീണ്ടും ആഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഗ്രേവി ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഹൈദരാബാദി ദം ബിരിയാണി. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി ഒക്കെ ഒന്ന് ഡെക്കറേഷൻ പോലെ ഇടുക. വീണ്ടും ഇതിനെ ഇനി ഒന്നുകൂടി ചൂടാക്കേണ്ടതുണ്ട്. ഫോയിൽ പേപ്പർ വെച്ച് ഒട്ടിച്ച് അതിനെ നമ്മൾ വീണ്ടും അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ദം ബിരിയാണി റെഡി. ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഹൈദരാബാദി മസാലക്കൂട്ട് തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ കേരള ബിരിയാണിയിൽ നിന്നും വ്യത്യാസമായിട്ട് വരുന്നത് അതിൻ്റെ ഒരു മസാല സെറ്റ് ചെയ്യുന്നു,
ഒരു ഇതിലാണ്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങൾ കഴിച്ചു നോക്കി, ശരിക്കും നല്ല ഡിഫറൻസ് ഉണ്ട് ഹൈദരാബാദി ബിരിയാണി. കഴിച്ചു നോക്കുക.